ഗസയിലെ യുദ്ധം ഈ വർഷം മുഴുവൻ നീളുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി ഹെർസി ഹലേവി. ബന്ദികളെ മുഴുവൻ വിട്ടുകിട്ടാതെ ഗസയിൽ നിന്ന് പിന്മാറില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇയോവ് ഗാലന്റ് അറിയിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ പശ്ചിമേഷ്യൻ പര്യടനം തുടരുകയാണ്. VK സുഹൈൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. സുഹൈൽ, ലോക ജനത ഉറ്റുനോക്കുന്നത് എന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നാണ്. പക്ഷെ അതിനിടയിലാണ് ഈ വർഷം മുഴുവൻ ഈ യുദ്ധം നീണ്ടുപോകും എന്നുള്ളൊരു പ്രതികരണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അമൃത, ഈ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളായി ഇസ്രായേൽ പറഞ്ഞിരുന്ന ഒരു കാര്യവും ഇതുവരെ നേടാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ കൂടി നിരാശയിലാണ് IDFന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു പ്രതികരണം വരുന്നത്. യുദ്ധലക്ഷ്യമായി ആദ്യം അവർ പറയുന്നത് ഹമാസിനെ ഇല്ലാതെയാക്കും ഗസയിൽ നിന്ന് എന്നുള്ളതായിരുന്നു. അതിന് അവർക്ക് സാധിച്ചിട്ടില്ല. യുദ്ധം 3 മാസം പിന്നിട്ടിട്ടും ഹമാസിൻ്റെ ഒളിത്താവളങ്ങൾ കണ്ടെത്താനോ അത് നശിപ്പിക്കാനോ യഹ്യ സിൻവാറിനെ പോലും അവർക്ക് ഇല്ലാതാക്കാനോ സാധിച്ചിട്ടില്ല. ഇപ്പോഴും അവർ ഗസയുടെ പല ഭാഗങ്ങളും നിയന്ത്രിക്കുന്നു. അവിടെ നിന്നും ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ പതിപ്പിക്കുന്നു. മറ്റൊന്ന്, ഇവിടെ നിന്നും പിടിക്കപ്പെട്ട ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളതാണ് യുദ്ധത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമായിട്ടുള്ളത്. ബന്ദികളെ മോചിപ്പിക്കാൻ ഇപ്പോഴും അവർക്ക് സാധിച്ചിട്ടില്ല. ഹമാസ് വെടിനിർത്തലിൻ്റെ ഭാഗമായി കുറച്ചാളുകളെ കൈമാറിയതല്ലാതെ സ്വന്തമായി ഇസ്രായേലിന് എവിടെയാണ് ബന്ദികളെ ഒളിപ്പിച്ചിട്ടുള്ളത് എന്ന് പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് എങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ ഇസ്രായേലിനുള്ളിലുള്ള സൈനിക വിഭാഗത്തിൻ്റെ ഒരു പ്രതികരണം ഇപ്പോൾ വരുന്നത്. IDFന്റെ ചീഫ് പറയുന്നത് ഈ വർഷം അവസാനം വരെ ഈ യുദ്ധം നീണ്ടു നിൽക്കേണ്ടി വരും എന്നുള്ളതാണ്. അത്ര നീണ്ടാൽ പോലും ഈ ഹമാസിനെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരമൊരു പ്രസ്താവന വരുന്നത്. മറ്റൊന്ന്, പ്രതിരോധ മന്ത്രി ഇയോവ് ഗാലന്റിൻ്റെ പ്രസ്താവനയാണ്. അദ്ദേഹം പറയുന്നത് ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കാതെ സൈന്യം അവിടെ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതും അനന്തമായി തന്നെ നീളും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ വിദേശകാര്യ മേധാവി ജോസഫ് ബോറലും പശ്ചിമേഷ്യ ആകെ ഓടി നടന്ന് സമാധാന നീക്കങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോഴാണ് ഇത്രയും വലിയ ക്രൂരമായിട്ടുള്ള ചില നിലപാടുകൾ അവർ എടുക്കുന്നത്. 25,000-ഓളം ആളുകൾ ഗസയിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളുമാണ്. അത് തുടരും, ഈ ആക്രമണം തുടരും എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഹമാസിനെയോ അല്ലെങ്കിൽ ഹമാസിൻ്റെ കേന്ദ്രങ്ങളെയോ നശിപ്പിക്കുക എന്നതിലപ്പുറമായി 3 മാസമായി തുടരുന്നത് യഥാർത്ഥത്തിൽ ഈ സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തുക, അതേപോലെ തന്നെ ആശുപത്രികൾ തകർക്കുക, വീടുകൾ തകർക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. അത് തുടരും എന്നാണ് ഇവർ പറയുന്നത്. മറുഭാഗത്ത് തന്നെ യഥാർത്ഥത്തിൽ ഈ പശ്ചിമേഷ്യൻ പര്യടനത്തിൻ്റെ പ്രധാന ദൗത്യമായി പറയുന്നത് ഈ യുദ്ധം അവസാനിച്ചതിന് ശേഷം ഗസ ആരെ ഏൽപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു പൊതു തീരുമാനത്തിലേക്ക് എത്തുക എന്നതിന് വേണ്ടിയാണ് അമേരിക്കയും അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും ഗൾഫ് രാഷ്ട്രങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഇസ്രായേൽ തയ്യാറാക്കുന്ന ഒരു പ്ലാൻ, അമേരിക്കയുടെ കൂടി സഹകരണത്തോടു കൂടി ആ പ്ലാൻ ഇങ്ങനെയാണ്: ഈ യുദ്ധം അവസാനിച്ചതിന് ശേഷം ഹമാസ് അല്ലാത്ത ഫലസ്തീനികളുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തിന് ഈ ഗസയുടെ നിയന്ത്രണം നൽകുക, അതോടൊപ്പം തന്നെ സൈനികമായി ഇസ്രായേലിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാക്കി ഗസയെ നിർത്തുക. ഈ നിലവിലുള്ള ഭരണകൂടം എന്ന് പറയുന്നത്, ഈ യുദ്ധാനന്തരമുള്ള ഭരണകൂടം എന്ന് പറയുന്നത് പൂർണ്ണമായും ഇസ്രായേലിനും അമേരിക്കക്കും വഴങ്ങുന്ന ഒരു സംഘമായിരിക്കുക. ഇതാണ് ഇസ്രായേൽ കാണുന്ന ഒരു പ്ലാൻ. ആ പ്ലാനിന് അംഗീകാരം നേടാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ EU വിദേശകാര്യ മേധാവിയും അതേപോലെ തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറിയും വിവിധ അറബ് രാജ്യങ്ങൾ, ഗൾഫ് രാഷ്ട്രങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. തുർക്കി, അതേപോലെ തന്നെ ഖത്തർ, ഈജിപ്ത്, സൗദി, UAE തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇവർ സന്ദർശനം നടത്തുന്നത്. ആ സന്ദർശനം ഇപ്പോൾ തുടരുകയുമാണ്. ശരി, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈലാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴും 3 മാസത്തിലധികമായി ഈ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിൽ ഈ യുദ്ധം 1 വർഷം വരെ തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നുള്ളൊരു പ്രതികരണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നത്.